നമസ്കാരം, ഞാൻ ഉന്മേഷ് വിരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. ഡൽഹിയിൽ വൻ പ്രതിഷേധവുമായി സംസ്ഥാന സർക്കാർ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ വൻ പ്രതിഷേധവുമായി സംസ്ഥാന സർക്കാർ. രണ്ട് മുഖ്യമന്ത്രിമാർ അടക്കം ദേശീയ നേതാക്കളും പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി. യൂണിയൻ ഗവൺമെന്റ് ഫെഡറലിസത്തെ തകർത്തെന്നും സംസ്ഥാനങ്ങളുടെ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഇതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമരവേദിയിലും ഗവർണറെ മുഖ്യമന്ത്രി പരിഹസിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചായാണ് കേരള ഹൗസിൽ നിന്നും ജന്തർ മന്ദിറിലെ സമരവേദിയിലേക്ക് മന്ത്രിമാരും MLA-മാരും MP-മാരും എത്തിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗ്വന്ത് മാൻ, ഫാറൂഖ് അബ്ദുള്ള, കപിൽ സിബൽ, തമിഴ്നാട് മന്ത്രി പഴനിവേൽ ത്യാഗരാജ് തുടങ്ങിയവർ കേരളത്തിന്റെ പ്രതിഷേധവേദിയിൽ പിന്തുണയുമായി എത്തി. സീതാറാം യെച്ചൂരി, D. രാജ അടക്കമുള്ള ഇടതു നേതാക്കളും മുൻനിരയിലുണ്ടായിരുന്നു. സംസ്ഥാനങ്ങളെ സമതുല്യതയോടെ പരിഗണിക്കുന്ന പുതിയ പുലരിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് തുടക്കം കുറിക്കുന്നതെന്ന് ആമുഖമായി മുഖ്യമന്ത്രി. Today we are marking the beginning of a renewed fight that would herald a dawn of ensuring equitable treatment of the states. This fight would also strive to maintain a balance in the center-state relations. പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരളത്തോടെ കേന്ദ്രം വിവേചനം കാട്ടി. കേന്ദ്ര സർക്കാരാണ് ഐക്യത്തിന് വിഘാതം ഉണ്ടാക്കുന്നതെന്ന് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. രാജ്യത്തിന്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ യൂണിയൻ സർക്കാരിന്റെ ഭാഗത്താണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. രാജ്യത്തിൻ്റെ ഫെഡറലിസമാണ് രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത്. ഡൽഹിയിലെ സമരവേദിയിലും ഗവർണറെ വിമർശിക്കാനും പരിഹസിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല. കേരളാസ് ഗവർണർ ഡസ് നോട്ട് ഹാവ് ടൈം ടു സ്പെൻഡ് ഇൻ കേരള. മോസ്റ്റ്ലി ഹി ഈസ് ഔട്ട്സൈഡ്. ഇന്നും ഇവിടെയുണ്ട്. If at all he comes to Kerala, he does not have time to read out the entire governor's address in the assembly. But he has time to sit on the road and create a scene. സമരം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് മുസ്ലിം ലീഗ് MP PV അബ്ദുൾ വഹാബ് കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതും ചർച്ചയായി. കോൺഗ്രസ് വിട്ടുനിന്നെങ്കിലും രണ്ട് മുഖ്യമന്ത്രിമാരടക്കം പ്രധാന നേതാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞ പ്രതിഷേധം വലിയ വിജയം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത്. ജന്തർ മന്ദിറിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഡൽഹിയിലെ കേന്ദ്രവിരുദ്ധ സമരം രാഷ്ട്രീയമായി ഇടതുമുന്നണിക്കും CPI-നും പുതിയ ഊർജ്ജം നൽകും. കോൺഗ്രസ് ബഹിഷ്കരിച്ചിട്ടും ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷികളെ സമരവേദിയിൽ അണിനിരത്താൻ കഴിഞ്ഞു. കേന്ദ്രത്തിന് എതിരെ രൂക്ഷ വിമർശനമാണ് നേതാക്കൾ ഉന്നയിച്ചത്. BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പൊതു ആവശ്യമായി സമരത്തെ ഉയർത്തിക്കാണിക്കാൻ കഴിഞ്ഞതോടെ കേരളത്തിൽ UDF-നെതിരായ വിമർശനവും LDF കടുപ്പിക്കും. തീവ്രമായ കേന്ദ്രവിരുദ്ധത എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങളും പ്രഖ്യാപിക്കാറുണ്ട്. പ്രത്യക്ഷ സമരത്തിലേക്ക് അത് വഴിമാറാറില്ല. ഡൽഹിയിൽ ഇന്ന് കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം ആ അർത്ഥത്തിൽ പുതിയ ചരിത്രമാണ്. കർണാടകം ഇന്നലെ സമരം നടത്തിയെങ്കിലും അതിന്റെ തീവ്രത ഇത്രമാത്രം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ അസാന്നിധ്യത്തിലായിരുന്നു ആ പ്രക്ഷോഭം. ഇന്നലെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് സാധിക്കാത്തത് ഇന്ന് കേരളത്തിലെ ഇടത് സർക്കാരിന് പക്ഷേ സാധിച്ചു. ഫലത്തിൽ കോൺഗ്രസ് ബഹിഷ്കരിച്ചിട്ടും ഇന്ന് ഇന്ത്യ മുന്നണിയുടെ നേർപരിച്ഛേദമാണ് ജന്തർ മന്ദറിൽ അണിനിരന്നത്. कल मुझे पकड़ के जेल में डाल देंगे, विजयन साहब को पकड़ के जेल में डाल देंगे, स्टालिन साहब को पकड़ के जेल में डाल देंगे, सीताराम मैया साहब को पकड़ के जेल में डाल देंगे. तो ये अब ये किसी भी को भी पकड़ के जेल में डाल देंगे, उसकी सरकार तोड़ देंगे और फिर अपनी सरकार बना लेंगे. ये क्या चल रहा है? ഇന്ത്യ മുന്നണിയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അതൃപ്തി നേരിടുകയാണ് ഇടതുപക്ഷം. ജന്തർ മന്ദറിൽ ഇന്ന് ഐക്യദാർഢ്യം അറിയിച്ചെത്തിയ മറ്റു പാർട്ടികൾ ഇക്കാര്യത്തിൽ CPI-നൊപ്പമാണെന്ന് കൂടി പ്രഖ്യാപിച്ചു. പിണറായി വിജയൻ എന്ന നേതാവിനും ഈ സമരം ദേശീയ തലത്തിൽ കൂടുതൽ സ്വീകാര്യത പ്രതിപക്ഷ നിരയിൽ നൽകും. ജന്തർ മന്ദർ നിറഞ്ഞ നിരവധി സമരങ്ങൾക്ക് സമീപകാലത്ത് ഇവിടം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്ര ശക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം മുന്നോട്ട് വെച്ച സമരം അടുത്ത കാലത്ത് ജന്തർ മന്ദറിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്നും ക്യാമറമാൻ ആശിഷ് മട്ടുവിനോടൊപ്പം R. രാധാകൃഷ്ണൻ, 24.
സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി സമരത്തോട് കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് വിരുദ്ധ സമീപനം. ഡൽഹി സമരത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കേരളത്തെ പിന്തുണച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റേത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രചാരണം എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. കേരളത്തിന്റെ പൊതുവികാരത്തോടൊപ്പം സംസ്ഥാന കോൺഗ്രസ് നിന്നില്ലെന്ന വിമർശനം LDF ശക്തമാക്കിയിരിക്കെയാണ് ഡൽഹി സമരത്തെ പിന്തുണച്ച AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്തെത്തിയത്. കേരളം ഉൾപ്പെടെയുള്ള BJP ഇതര സംസ്ഥാനങ്ങൾ വിവേചനം നേരിടുന്നു. हर स्टेट में डिस्क्रिमिनेशन हो रहा है. कर्नाटक है, आंध्रा है, तेलंगाना है, केरला और कर्नाटक सभी ऐसे जो नॉन BJP स्टेट्स जो है उनको निग्लेक्ट किया जा रहा है. ഖാർഗെയുടെ പിന്തുണ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് പറയുന്നത് ഊതിപ്പെരുപ്പിച്ച കണക്കു മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് അടുക്കളയുടെ തൊട്ട് മുമ്പ് പോയിട്ട് ഒരു സമരം നടത്തിയിട്ട് 5 കൊല്ലമായാലും ഈ ധനകാര്യ കമ്മീഷൻ 1.92 ആക്കിയിട്ട് ഈ ധനകാര്യ കമ്മീഷന്റെ കാലാവധി തീരുവാണ്. ഇത്രയും നാൾ ഈ സമരം കണ്ടില്ലല്ലോ കേന്ദ്രത്തിന്റെ മുമ്പിൽ. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്ന് UDF കൺവീനർ MM ഹസൻ. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന ഉത്തരവാദികൾ കാരണക്കാർ കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസം നടത്തിയ സമരം ന്യായമാണെന്നും കേരളത്തിന്റെ സമരവുമായി അതിനെ താരതമ്യം ചെയ്യരുതെന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. 24 തിരുവനന്തപുരം. കേന്ദ്രത്തിന് എതിരായ സമരത്തിന് ന്യായമായ കാരണമുണ്ടെന്ന് മുസ്ലിം നേതാവ് PMA സലാം. എന്നാൽ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. അതുകൊണ്ടാണ് യോജിച്ചുള്ള സമരത്തിന് തയ്യാറാകാതിരുന്നത് എന്നും PMA സലാം പറഞ്ഞു. പക്ഷേ എന്താണ് സംഭവിച്ചത്? കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് എന്ത് കോട്ടം പറ്റി? അതിന് കാരണം എന്താണ്? ഒരു ധവളപത്രം ഇറക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെ വിളിച്ചൊരു ചർച്ച ചെയ്യാൻ പറഞ്ഞു. അതൊന്നും ഉണ്ടായില്ലല്ലോ. പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തില്ല. എന്താണ് അവർക്ക് മറച്ചു വെക്കാനുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കേന്ദ്രത്തിനെതിരായ സമരത്തിന് ന്യായമായ കാരണങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ന്യായമല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ആ സമരത്തിൽ ഇവരുമായി സഹകരിക്കാനുള്ള പ്രയാസം ഞങ്ങൾക്കുണ്ട്. ഇവർ പറയുന്നതും പൂർണ്ണമായും ന്യായമല്ല, ഇവരുടെ ചെയ്തികളും ന്യായമല്ല എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. രണ്ടു കൂട്ടരെയും ഞങ്ങൾ എതിർക്കുകയാണ്. ഗവർണർ എപ്പോഴും ഡൽഹിയിലാണെന്ന മുഖ്യമന്ത്രിയുടെ പരിഹാസത്തിന് മറുപടിയുമായി ആരിഫ് മുഹമ്മദ് ഖാൻ. തന്റെ യാത്രകളെല്ലാം രാഷ്ട്രപതി ഭവന്റെ അനുമതിയോടെയാണ്. ഓണാഘോഷത്തിന് വിളിക്കാത്തവരാണ് താൻ കേരളത്തിൽ ഇല്ലെന്ന് പരാതി പറയുന്നതെന്ന് ഗവർണർ പറഞ്ഞു. അതേസമയം കേരള സർക്കാരിന്റെ ഡൽഹി സമരം രാഷ്ട്രീയ നാടകം എന്നായിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരന്റെ പ്രതികരണം. Think I should speak on political matters? No, I am only asking you. You decide. I should comment on political matters? No. That is not in accordance with the dignity of the office which I hold. കഴിഞ്ഞ 7 കൊല്ലക്കാലത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളായിട്ടൊന്നും പറയാനില്ലാത്ത ഇടതുമുന്നണി ദുർഭരണത്തിന്റെ പഴി സംസ്ഥാന സർക്കാരിന്റെ മുകളിൽ പതിക്കാതിരിക്കാൻ അത് കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകം എന്നുള്ളതിനപ്പുറത്ത് ഈ സമരത്തിനൊരു പ്രാധാന്യമില്ല. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന സംസ്ഥാന സർക്കാരിന്റെ ആരോപണം തള്ളി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. UPA സർക്കാരിന്റെയും NDA സർക്കാരിന്റെയും കാലത്ത് കേരളത്തിന് നൽകിയ തുക താരതമ്യം ചെയ്താണ് മന്ത്രി രാജ്യസഭയിൽ മറുപടി നൽകിയത്. NDA സർക്കാർ അധികാരത്തിൽ വന്ന 2014 മുതൽ 2024 വരെ കേരളത്തിന് നികുതി വിഹിതമായി 1,50,140 കോടി രൂപ നൽകിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2004 മുതൽ 2014 വരെയുള്ള UPA ഭരണകാലത്ത് കേരളത്തിന് ലഭിച്ച നികുതി വിഹിതം 46,303 കോടി രൂപ മാത്രമെന്നും മന്ത്രി വിശദീകരിച്ചു. 10 വർഷത്തിനിടെ NDA സർക്കാർ കേരളത്തിന് ഗ്രാന്റായി നൽകിയത് 1,43,117 കോടി രൂപ. ഇത് UPA സർക്കാരിന്റെ കാലത്ത് 25,629 കോടി രൂപ മാത്രമായിരുന്നു. നികുതി വിഹിതത്തിൽ 224%, ഗ്രാന്റിൽ 458% വർധനയെന്ന് മന്ത്രി. മൂലധന ചെലവിനുള്ള പ്രത്യേക ധനസഹായവും അധിക കടമെടുപ്പും അനുവദിച്ചെന്നും മന്ത്രി അവകാശപ്പെട്ടു. കണക്കുകളെല്ലാം സുതാര്യമാണെന്നും പണം കിട്ടിയില്ലെങ്കിൽ പറയാമെന്നും വെല്ലുവിളി. കേന്ദ്ര അവഗണന ആരോപിച്ച് കേരള സർക്കാർ ഡൽഹിയിൽ സമരം സംഘടിപ്പിച്ചതിനു പിന്നാലെയാണ് നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ കണക്കുകൾ നിരത്തിയത്. കേന്ദ്രമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഇടത് MP മാർ ആരോപിച്ചു. 24 ഡൽഹി.
ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് വെടിയേറ്റ് മരിച്ചു. അഭിഷേക് ഗോൾസർക്കർ എന്നയാളാണ് ഫേസ്ബുക്ക് ലൈവിനിടെ കൊല്ലപ്പെട്ടത്. അക്രമി മൗറിസ് നൊറോണ സ്വയം വെടിവെച്ച് മരിച്ചു. ആർ അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. മുംബൈയിലെ ദഗിസർ മേഖലയിലെ ശിവസേന നേതാവ് അഭിഷേക് ഖോസൽക്കറാണ് വെടിയേറ്റ് മരിച്ചത്. ഇദ്ദേഹം ഒരു ഫേസ്ബുക്ക് ലൈവ് നടത്തുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിനൊപ്പം അതേ ലൈവ് സ്ട്രീമിൽ ഉണ്ടായിരുന്ന മൗറിസ് നൊറോണ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിന് നേരെ 3 തവണ വെടിയുതിർത്തത്. തുടർന്ന് അദ്ദേഹത്തെ ബോറിവലിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല. ഈ പ്രതിയായിട്ടുള്ള മൗറിസ് നൊറോണയിൽ ഈ സംഭവത്തിന് ശേഷം സ്വയം വെടിവെച്ച് മരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇതിലിപ്പോൾ ഒരു അന്വേഷണം നടത്തുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ പ്രതി വെടിവെക്കാൻ ഇടയായത് എന്നതടക്കമുള്ളത് പരിശോധിക്കുകയാണ്. എന്തായാലും ഉദ്ധവ് താക്കറെ, ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെ നേതാവ് കൂടിയായിരുന്നു അഭിഷേക് ഖോസൽക്കർ. ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. ഉന്മേഷ്. ആർ അച്യുതൻ, ഡൽഹിയിൽ നിന്ന്. SFIO അന്വേഷണത്തിന് എതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ച് എക്സാലോജി കമ്പനി. അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി ഹർജി നൽകിയത്. കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറുമാണ് ഹർജിയിലെ എതിർകക്ഷികൾ. SFIO അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഷോൺ ജോർജിന്റെ ഹർജി തീർപ്പാക്കണമെന്ന് കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. എക്സാലോജിക്കിൽ നിന്ന് വിവരങ്ങൾ തേടുന്നതിനായി വീണ വിജയന് നോട്ടീസ് നൽകുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജി. കർണാടക ഹൈക്കോടതിയിൽ ഇന്ന് രാവിലെയാണ് ഹർജി നൽകിയത്. എക്സാലോജിക്കിനെതിരായ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറുമാണ് എതിർകക്ഷികൾ. അന്വേഷണം തടസ്സപ്പെടുത്താൻ കേരളത്തിൽ നടക്കാത്തതിനാലാണ് കർണാടകയിൽ ഹർജി നൽകിയതെന്ന് പരാതിക്കാരൻ ഷോൺ ജോർജ് പറഞ്ഞു. എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടേണ്ടത്? അന്വേഷണം കൃത്യമായ ദിശയിലേക്ക് പോകുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഏത് വിധേനയും ഇത് തടസ്സപ്പെടുത്തുക. ഇന്നലെ ഒരു ശ്രമം നടന്നു, അത് വിജയിച്ചില്ല. അപ്പോ ഇവരെപ്പോഴും ചലഞ്ച് ചെയ്യുന്നത് സ്വാഭാവികമായും SFIയുടെ എൻക്വയറി ഓർഡറിനെയാണ്. അതാ അവിടെ ചലഞ്ച് ചെയ്താലും എവിടെ ചലഞ്ച് ചെയ്താലും കേരളത്തിൽ നടക്കില്ല എന്ന് മനസ്സിലായി ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൽ നീതിയുക്തമായ അന്വേഷണം നടന്നാൽ കുടുങ്ങാൻ പോകുന്നത് UDF നേതാക്കളെന്ന AK ബാലൻ. യാതൊരു സംശയവും വേണ്ട, നീതിപൂർവം അന്വേഷണം നടന്നാൽ SFIO അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയാൽ ജയിലിൽ പോകേണ്ടി വരിക UDFന്റെ നേതാക്കളായിരിക്കും. CMRL, KSIDC എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്യുകയാണ് SFIO. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അനുവദിക്കണമെന്ന് KSIDC ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾ പരിശോധിച്ച ശേഷം വീണ വിജയന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. UPA സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക സ്ഥിതി വിശദീകരിക്കാൻ തയ്യാറാക്കിയ ധവളപത്രം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. NDA അധികാരത്തിലിരിക്കുമ്പോൾ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി NDA അധികാരമേൽക്കുമ്പോൾ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നു എന്നാണ് ആരോപണം. നരേന്ദ്രമോദി സർക്കാർ പരാജയമെന്ന് ആരോപിച്ച് കോൺഗ്രസ് കരിമ്പത്രിക പുറത്തുവിട്ടു. UPA ഭരണകാലത്ത് ഇന്ത്യ ഏറ്റവും മോശപ്പെട്ട 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിരുന്നുവെന്ന് ആരോപണം. മോദി സർക്കാർ ഇന്ത്യയെ ഏറ്റവും വലിയ 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാക്കി മാറ്റിയെന്ന് 56 പേജുള്ള ധവളപത്രത്തിൽ അവകാശപ്പെടുന്നു. മൂലധന നിക്ഷേപം, അടിസ്ഥാന സൗകര്യ വികസനം, രൂപയുടെ മൂല്യം, പൊതുകടം, പണപ്പെരുപ്പം തുടങ്ങിയ സൂചകങ്ങളെ UPA ഭരണകാലവുമായി താരതമ്യം ചെയ്യുന്നതാണ് കേന്ദ്രത്തിന്റെ ധവളപത്രം. ഇതിനു മുന്നോടിയായാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരായ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തി കോൺഗ്രസ് കരിമ്പത്രിക പുറത്തിറക്കിയത്. खत्म करना उनका काम है. हम तो ये चाहते हैं कि जनता की भलाई के लिए इन्हों जो काम करना चाहिए वो काम नहीं हुआ. इसीलिए ये हमारा ब्लैक പേപ്പർ आपको പ്രസന്റ്. കർഷകർ, യുവാക്കൾ തുടങ്ങി വിവിധ ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പുറത്തിറക്കിയ കരിമ്പത്രികയിൽ പരാമർശിക്കുന്നുണ്ട്. 24 ഡൽഹി.
കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും സമരം പ്രഖ്യാപിച്ച് കർഷക സംഘടനകൾ. ഈ മാസം 13-ന് ഡൽഹി വളയും എന്നാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ പ്രഖ്യാപനം. കാർഷിക കടം എഴുതിത്തള്ളുക, താങ്ങുവില ഉറപ്പാക്കുന്ന നിയമം കൊണ്ടുവരിക, സ്വതന്ത്ര വ്യാപാര കരാറുകൾ റദ്ദാക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമം തുടങ്ങി. ഉടൻ ചർച്ച നടത്താൻ തയ്യാറാണെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കമിട്ട് NDA. ചുവരെഴുത്ത് പ്രചാരണം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥിയുടെ പേര് പറയാതെയാണ് ആദ്യഘട്ട പ്രചാരണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പ്രവർത്തകർക്ക്, ചുവരെഴുത്ത് നടത്തുന്ന ആൾക്കാർക്കെല്ലാം ഒരു പ്രചോദനമാവാൻ വേണ്ടി ഒരു പാർട്ടി പ്രവർത്തകനെന്ന നിലയ്ക്ക് വന്ന് ഇത് ചെയ്തു എന്നേ ഉള്ളൂ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയിട്ടില്ല. അതിനുശേഷം മാത്രമേ പേരെഴുതൂ. അത് പ്രഖ്യാപനം വരണം. പാർട്ടി തീരുമാനിക്കണം. തീരുമാനിച്ചതിന് ശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. അതിനുശേഷം പേര്. മൂന്നാം സീറ്റ് ആവശ്യത്തിൽ പിന്നോട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം. ലീഗിന്റെ ആവശ്യം UDF-ൽ ഉന്നയിച്ചിട്ടുണ്ട്. ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് 2 സീറ്റ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. ഇക്കാര്യത്തിൽ അനുനയത്തിന് മുസ്ലിം ലീഗ് തയ്യാറായിട്ടില്ല എന്നാണ് PM A സലാമിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നത്. അവസാനിച്ചിട്ടില്ല. അവസാനിച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കൂലേ? പിന്നെ വയനാടാണ് ലക്ഷ്യം. അങ്ങനെയൊന്നുമില്ല. 20 സീറ്റിൽ കേരളത്തിൽ എവിടെ മത്സരിച്ചാലും മുസ്ലിം ലീഗിനും UDF-നും ജയിക്കാം. പിന്നെന്താ പ്രശ്നം? അവതരിപ്പിച്ച് കഴിഞ്ഞല്ലോ. ഇനി രീതി നോക്കിയിട്ട് എന്താ കാര്യം? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകാൻ കേരള കോൺഗ്രസ് നേതാക്കളുടെ പിടിവലി തുടരുന്നു. സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യൻ താനാണെന്ന് KM മാണിയുടെ മരുമകൻ MP ജോസഫ് അവകാശപ്പെട്ടു. മുസ്ലിം ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യത്തിൽ UDF ഈ മാസം 14-ന് തീരുമാനം പ്രഖ്യാപിക്കും. തൃശൂരിന് പിന്നാലെ പാലക്കാട് മണ്ഡലത്തിലും BJP തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി. ആകെയുള്ള ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയാകാൻ കേരള കോൺഗ്രസിനുള്ളിൽ കടുത്ത മത്സരം. PC തോമസ് അടക്കമുള്ളവർ മോഹം തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് KM മാണിയുടെ മരുമകനും രംഗത്തെത്തിയത്. സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യത തനിക്കെന്ന് MP ജോസഫ്. UDF-നൊപ്പം എന്നും അടിയുറച്ചു നിന്നയാളാണ് താൻ. അതുകൊണ്ട് കൂറുമാറുന്നവരെ സ്ഥാനാർത്ഥിയാക്കരുതെന്നും MP ജോസഫ് പറഞ്ഞു. ജയിച്ചു കഴിഞ്ഞിട്ട് തെക്കോട്ടും വടക്കോട്ടൊക്കെ മാറുന്ന ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ശരിയാണോ? ശരിയാണ്. ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് ഞാൻ നിൽക്കാതിരിക്കാനായിട്ടുള്ള എല്ലാ അടവുകളും അവർ പരിശ്രമിക്കും. അതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. 3-ാം സീറ്റ് ആവശ്യത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാടിൽ തുടരുകയാണ് മുസ്ലിം ലീഗ്. ആവശ്യം UDF-ൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും ചർച്ചകൾ അവസാനിച്ചിട്ടില്ലെന്നും PM A സലാം. അവസാനിച്ചിട്ടില്ല. അവസാനിച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കൂലേ? പിന്നെ വയനാടാണ് ലക്ഷ്യം. അങ്ങനെയൊന്നുമില്ല. 20 സീറ്റിൽ കേരളത്തിൽ എവിടെ മത്സരിച്ചാലും മുസ്ലിം ലീഗിനും UDF-നും ജയിക്കാം. പിന്നെന്താ പ്രശ്നം? അന്തിമ തീരുമാനം ഈ മാസം 14-ന് UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചു. ഞങ്ങളോടുമായി ചർച്ച ചെയ്തു. വളരെ സൗഹാർദ്ദപരമായിരുന്നു ചർച്ച. ഞങ്ങൾ അവരുന്നയിച്ച ആവശ്യം ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. അന്തിമ തീരുമാനം 14-ാം തീയതി. BJP തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് പാർട്ടിയുടെ ആലോചന. 24 കോട്ടയം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. തൃശൂർ പീച്ചി ചുവന്ന മണ്ണിൽ ടിപ്പർ ലോറിക്ക് തീപിടിച്ചു. എംസാൻഡ് കൊണ്ടുപോയിരുന്ന ലോറിക്കാണ് തീപിടിച്ചത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, വിശദാംശം. തൃശൂർ പീച്ചിയിലാണ് ഈ അപകടം ഉണ്ടായത്. ടിപ്പർ ലോറിക്കാണ് തീപിടിച്ചത്. എംസാൻഡാണ് ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്നത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. സൂരജ്, എപ്പോഴായിരുന്നു സംഭവം? വിവരങ്ങൾ എന്തൊക്കെയാണ്? പാലക്കാട് ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് മണൽ കയറ്റി വന്നിരുന്ന ടോറസ് ലോറിക്കാണ് തീ പിടിച്ചത്. ലോറിയുടെ പുറകുവശത്തെ ടയറുകൾക്ക് തീ പിടിക്കുകയായിരുന്നു. പുറകിലുണ്ടായിരുന്ന ഒരു നാഷണൽ പെർമിറ്റ് ലോറിയാണ് ഈ ചുവന്ന മണ്ണിന് സമീപം എത്തുമ്പോൾ ഇത്തരത്തിൽ ഈ ലോറിയുടെ പുറകിൽ നിന്ന് പുക ഉയരുന്ന കാര്യം ലോറി ഡ്രൈവറെ ധരിപ്പിച്ചത്. ഉടനെ തന്നെ വാഹനം ഒതുക്കുകയും ഡ്രൈവറും ക്ലീനറും പുറത്തിറങ്ങി ഈ എന്താണ് പുക ഉയരുന്നത് എന്ന കാരണം പരിശോധിക്കുന്നതിനിടയിൽ പുറകുവശത്തെ ടയറിൽ നിന്ന് തീ ആളിപ്പടരുകയായിരുന്നു. ഉടനെ തന്നെ ഡ്രൈവറും ക്ലീനറും അവിടെ നിന്ന് അകന്നു മാറുകയും ചെയ്തു. പിന്നീട് തൃശൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി അല്പനേരം നടത്തിയ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. എങ്ങനെയാണ് തീ പടർന്നത് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട് ആണോ, എന്താണ് സംഭവം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഏറെ നേരം ഈ ചുവന്ന മണ്ണ് ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്.
ഒരു ദേശീയ വാർത്തയിലേക്ക് കൂടി. അസമിൽ 3 ലോക്സഭാ സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി. തീരുമാനം ഇന്ത്യ സഖ്യം അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന്. നിതിൻ, അങ്ങനെ ഈ സഖ്യ നീക്കം അത് അസമിലും പാളുകയാണോ നിതിൻ? തീർച്ചയായും, കാരണം സഖ്യനീക്കം ഇപ്പോൾ അസമിലും പാളുകയാണ്. കാരണം ഇപ്പോൾ സ്വന്തം നിലയിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. 3 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അസമിൽ 14 ലോക്സഭാ സീറ്റാണുള്ളത്. ഇതിൽ 9 ലോക്സഭാ സീറ്റും BJP ആണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. മാത്രമല്ല 3 ലോക്സഭാ സീറ്റിലാണ് കോൺഗ്രസ് പ്രതിനിധികളുള്ളത്. എന്തായാലും ഇപ്പോൾ 3 സീറ്റിലേക്കാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഗുവാഹട്ടി, അതോടൊപ്പം തന്നെ ദിബ്രുഗഡ്, കൂടാതെ സോനിത്പൂർ എന്നീ ലോക്സഭാ സീറ്റിലാണ് പ്രഖ്യാപിച്ചത്. ദിബ്രുഗഡിൽ മനോജ് ധനോവരും അതോടൊപ്പം തന്നെ ബാബൻ ചൌധരി ഗുവാഹട്ടിയിലും സോനിത്പൂരിൽ ഋഷിരാജ് ചൌധരിയുമാണ് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ. നേരത്തെ ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസുമായും ഇരുവരും തമ്മിൽ സീറ്റ് വിഭജന ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും അതെവിടെയും തന്നെ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ അനന്തമായി നീളുകയാണ്. അതിലൊരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിമർശനം കൂടി ആം ആദ്മി പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ ഡൽഹിയിൽ മാത്രം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് തമ്മിൽ സഖ്യമുള്ളൂ എന്ന് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒരു സഖ്യത്തിന്റെ സാധ്യത ആം ആദ്മി പാർട്ടി പരിശോധിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി സീറ്റ് വിഭജന ചർച്ച വൈകുന്നതിനിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് കോന്നാട് ബീച്ചിൽ സദാചാര പോലീസിംഗുമായി BJP വനിതാ പ്രവർത്തകർ. ചൂലുമായി എത്തിയ പ്രവർത്തകർ യുവതീ-യുവാക്കളോട് ബീച്ച് വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. വീണ്ടും ബീച്ചിലെത്തിയാൽ ചൂലുകൊണ്ടടിക്കുമെന്നാണ് ഭീഷണി. ലഹരിക്കെതിരായ ബോധവൽക്കരണം എന്ന പേരിലായിരുന്നു ഭീഷണിപ്പെടുത്തൽ. പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു അതിക്രമം. ചർച്ച് ബില്ലിൽ സർക്കാരിനെ വെല്ലുവിളിച്ച് ഓർത്തഡോക്സ് സഭ. ബിൽ കൊണ്ടുവന്നാൽ ആവനാടിയിലെ അവസാന ആയുധവുമെടുത്ത് പോരാടും. രക്തസാക്ഷികൾ ഉണ്ടായേക്കാമെന്നും ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് തന്നെയാണ് ബില്ലുണ്ടാകരുത്, അത് സുപ്രീം കോടതി വിധിക്ക് എതിരാണെന്ന് മാത്രമല്ല, അത് ശാന്തിക്ക് പകരം അശാന്തിയാണ് ഉണ്ടാക്കുന്നത് എന്ന് വളരെ വിനീതമായി നമ്മൾ പറഞ്ഞു. സഭയ്ക്ക് ഉള്ളതായ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ, സഭയ്ക്ക് ഉള്ളതായ തനിമയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബില്ലുകളുണ്ടായാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കും. അതേതെല്ലാം മാർഗത്തിലെന്നുള്ളത് അത് വരുമ്പോൾ നമുക്ക് കാണാം, വരികയാണെങ്കിൽ മാത്രം. KSRTC CMD ബിജു പ്രഭാകർ അവധിയിൽ പ്രവേശിച്ചു. ഈ മാസം 17 വരെയാണ് അവധി. വ്യക്തിപരമായ ആവശ്യങ്ങൾ എന്നാണ് വിശദീകരണം. KSRTC CMD സ്ഥാനത്തിന് തന്നെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിൽ തുടർ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് അവധി എന്നാണ് സൂചന. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായി നയപരമായ വിയോജിപ്പ് നിലനിൽക്കെയാണ് ബിജു പ്രഭാകറിന്റെ അവധി. കക്കാടംപൊയിലിൽ PV അൻവർ MLAയുടെ പാർക്കിന് ലൈസൻസ് പുതുക്കി നൽകി കൂടരഞ്ഞി പഞ്ചായത്ത്. പാർക്കിന് എതിരായ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നതിന് മുൻപ് തിരക്കിട്ട് കുടിശ്ശിക തീർത്ത PV അൻവർ ലൈസൻസ് ഉറപ്പാക്കുകയായിരുന്നു. നടപടിക്രമങ്ങൾ പാലിച്ചാണോ ലൈസൻസ് നൽകിയതെന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് സത്യവാങ്മൂലം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. കക്കാടംപൊയിലിൽ PV അൻവർ MLAയുടെ പാർക്കിന് പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. പാർക്ക് പൂട്ടണമെന്നും അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റണമെന്നുമുള്ള ഹർജി കോടതി പരിഗണിക്കുന്നതിന് തൊട്ടുമുൻപാണ് തിരക്കിട്ട നീക്കത്തിലൂടെ PV അൻവർ ലൈസൻസ് തരപ്പെടുത്തിയത്. 2018 മുതൽ 2023 വരെയുള്ള നികുതി കുടിശ്ശികയായ 7 ലക്ഷം രൂപയാണ് അടച്ചത്. തുടർന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് ലൈസൻസ് അനുവദിച്ചു. കുട്ടികളുടെ പാർക്കിന് മാത്രമാണ് പ്രവർത്തനാനുമതി. വാട്ടർ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന റൈഡുകൾ, ഇതിനൊന്നും അനുമതിയില്ല. കിഡ്സ് ഗാർഡന് മാത്രമാണ്, കുട്ടികളുടെ പൂന്തോട്ടം പ്രദർശനത്തിന് മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിൽ അവർ അപേക്ഷ നവംബർ മാസം നൽകിയിരുന്നു. സാങ്കേതിക കാരണങ്ങളാൽ ലൈസൻസ് നൽകാൻ സാധിച്ചിട്ടില്ല. മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ലൈസൻസ് അനുവദിക്കാനുണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ച ഹൈക്കോടതി ലൈസൻസ് എന്തിന് പുതുക്കി നൽകിയെന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. പാർക്കിൽ എന്തെല്ലാം പ്രവർത്തിപ്പിക്കാനാണ് അനുമതി നൽകിയതെന്ന് സത്യവാങ്മൂലം നൽകാനും കൂടരഞ്ഞി പഞ്ചായത്തിനോട് കോടതി ആവശ്യപ്പെട്ടു. ഹർജി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. 24 കോഴിക്കോട്. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഹൈക്കോടതി മേൽനോട്ടത്തിൽ IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം വേണം എന്നാണ് ആവശ്യം. കുറ്റവാളിയെ രക്ഷിക്കാൻ ബോധപൂർവമായ ശ്രമമുണ്ടായെന്ന് ഹർജിയിൽ പറയുന്നു. 2021 ജൂൺ 30 വൈകിട്ട് 3:30 മണിക്കാണ് 5 വയസ്സുള്ള പെൺകുട്ടി തൂങ്ങിമരിച്ചതായി കണ്ടത്. വണ്ടിപ്പെരിയാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത്
കട്ടപ്പന പോക്സോ കോടതിയിൽ വിചാരണ പൂർത്തിയാക്കുകയായിരുന്നു. പ്രതിയെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. കുറ്റവാളിയെ രക്ഷിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നും തെളിവുകളുടെ അപര്യാപ്തത മൂലമാണ് പ്രതിയെ കീഴ്ക്കോടതി കുറ്റവിമുക്തനാക്കിയതെന്നും കുട്ടിയുടെ മാതാവ് ഫയൽ ചെയ്ത ക്രിമിനൽ റിട്ട് ഹർജിയിൽ പറയുന്നു. കൊല്ലം ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജോസിന്റെ നേതൃത്വത്തിൽ ഉള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. സാമ്പത്തിക ലക്ഷ്യമിട്ടുള്ള തട്ടിക്കൊണ്ടുപോകലെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. നവംബർ 27-നാണ് കൊല്ലം ഓയൂരിൽ നിന്ന് 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. 2 മാസത്തിനു ശേഷമാണ് ഇപ്പോൾ അന്വേഷണം പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചത്. തട്ടിക്കൊണ്ടുപോകപ്പെട്ട പെൺകുട്ടിയുടെയും സഹോദരന്റെയും മൊഴികളാണ് കേസിലെ പ്രധാന തെളിവുകൾ. സാമ്പത്തികമായിരുന്നു പ്രതികളുടെ പ്രധാന ലക്ഷ്യമെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. CCTV ദൃശ്യങ്ങളും ഫോൺ വിളി റെക്കോർഡുകളും പ്രതികളുടെ ഉദ്ദേശം വെളിവാക്കുന്നതാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 160 സാക്ഷികളും 180 തൊണ്ടിമുതലുകളുമാണ് കേസിൽ തെളിവായുള്ളത്. മറ്റു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനും പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നും കുറ്റപത്രത്തിൽ പരാമർശമുണ്ട്. അറസ്റ്റിലായ ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ, ഭാര്യ അനിതാകുമാരി, മകൾ അനുപമ എന്നിവരല്ലാതെ പുതിയ പ്രതികളൊന്നും കേസിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെയും നിഗമനം. കൊട്ടാരക്കര DCRB മുൻ ഡിവൈഎസ്പി എം ജോസാണ് കുറ്റപത്രം നൽകിയത്. കേരളത്തെ 2 ദിവസം മുൾമുനയിൽ നിർത്തിയ സംഭവത്തിൽ റെക്കോർഡ് വേഗത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. 24 കൊല്ലം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പുന്നത്തൂർ ആനക്കൊട്ടയിലെ കൃഷ്ണ, കേശവൻകുട്ടി എന്നീ ആനകളെയാണ് പാപ്പാന്മാർ തല്ലിച്ചതച്ചത്. സംഭവത്തിൽ റിപ്പോർട്ട് തേടിയ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഹൈക്കോടതിയും വനമന്ത്രിയും വിശദീകരണം തേടി. ശീവേലിക്ക് എഴുന്നള്ളിക്കുന്നതിന് മുൻപ് കുളിപ്പിക്കാൻ എത്തിച്ചപ്പോഴാണ് ആനകളെ പാപ്പാന്മാർ ക്രൂരമായി തല്ലിയത്. തോട്ടി ഉപയോഗിച്ച് ക്ഷതമേൽപ്പിക്കുകയും ചെയ്തു. 2 മാസം മുമ്പ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നതെന്നാണ് കരുതുന്നത്. കൃഷ്ണ, കേശവൻകുട്ടി, ഗജേന്ദ്ര എന്നിങ്ങനെ 3 ആനകളുടെ ദൃശ്യങ്ങൾ ഒന്നിച്ചു ചേർത്താണ് പ്രചരിപ്പിക്കുന്നത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത നടക്കിരുത്തിയ ആനയാണ് കൃഷ്ണ. മർദ്ദന ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആനക്കോട്ടയുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററോട് ദേവസ്വം ചെയർമാൻ VK വിജയൻ റിപ്പോർട്ട് തേടി. 6 പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്യാനും നിർദ്ദേശിച്ചു. നിലവിൽ ആനകൾ ആനക്കോട്ടയ്ക്ക് പുറത്തായതിനാൽ മടങ്ങിയെത്തിയാൽ ഉടൻ പാപ്പാന്മാർക്ക് സസ്പെൻഷൻ ഉത്തരവ് കൈമാറും. ആ ചിത്രത്തിൽ കാണുന്ന ആൾക്കാരെ എല്ലാവരെയും സസ്പെൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ചിലരതിനകത്ത് നിസ്സംഗരായിട്ട് നോക്കി നിൽക്കുകയാണ്. ശ്രീ ഇങ്ങനെയുള്ള ക്രൂരതയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ അതൊരു കൂട്ടായിട്ടുള്ള ഒരു പീഡന ശ്രമമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് അതിലുള്ള എല്ലാവരെയും സസ്പെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സംഭവത്തിൽ ഹൈക്കോടതിയും ഗുരുവായൂർ ദേവസ്വത്തോട് വിശദീകരണം തേടി. 24 തൃശൂർ. ചാവക്കാട് വാഹനാപകടത്തിൽ ആനയുടെ കൊമ്പറ്റു. പുലർച്ചെ പറവൂരിനും കൊടുങ്ങല്ലൂരിനും ഇടയിൽ വെച്ചാണ് കുളക്കാടൻ കുട്ടിക്കൃഷ്ണൻ എന്ന ആന അപകടത്തിൽപ്പെട്ടത്. ലോറിയിലായിരുന്ന ആനയുടെ കൊമ്പ് പുറത്തേക്കിട്ടപ്പോൾ എതിരെ വന്ന ഗ്യാസ് ടാങ്കറിൽ ഇടിക്കുകയായിരുന്നു. ഒരു കൊമ്പ് അടർന്നു പോവുകയും ഒരു കൊമ്പ് മുറിഞ്ഞു പോവുകയും ചെയ്തു. വലിയ രീതിയിൽ രക്തസ്രാവം ഉണ്ടായ ആനയെ പിന്നീട് മണത്തലയിലേക്ക് മാറ്റി താൽക്കാലികമായി സ്ഥാപിച്ച തറയിൽ ആനയ്ക്കുള്ള ചികിത്സ ആരംഭിച്ചു. അപകടശേഷം നിർത്താതെ പോയ ടാങ്കർ ലോറി കണ്ടെത്താനായിട്ടില്ല. ഇടുക്കി വണ്ടിപ്പെരിയാർ HPCയിൽ PT തോമസിന്റെയും മാധ്യമപ്രവർത്തകൻ UH സിദ്ദിഖിന്റെയും പേരിൽ കോൺഗ്രസ് നിർമ്മിച്ച വിശ്രമ കേന്ദ്രം CPIM പൊളിച്ചു നീക്കിയതായി ആരോപണം. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് അംഗം KD അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചത്. KSEBിയുടെ ഫ്യൂസൂരി പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമായിരുന്നു നടപടി. പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് 90-കാരിയായ പൊന്നമ്മ സമരം ചെയ്തതിന് സമീപത്തായിരുന്നു വിശ്രമ കേന്ദ്രം. വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. നാട്ടുകാർ നിർമ്മിച്ച വിശ്രമ കേന്ദ്രം UDF പ്രവർത്തകർ കൈയടക്കി വെച്ചതിനാൽ നാട്ടുകാർ ചേർന്ന് പൊളിച്ചു നീക്കിയെന്നാണ് CPIMന്റെ വിശദീകരണം. തൃശൂരിൽ ഹരിതകർമ്മ സേനാംഗത്തിന് നേരെ വളർത്തുനായെ അഴിച്ചുവിട്ടെന്ന് പരാതി. ചാഴൂർ സ്വദേശി പ്രജിതയാണ് പോലീസിൽ പരാതി നൽകിയത്. വളർത്തു നായെ പട്ടി എന്ന് വിളിച്ചതിനാണ് ചാഴൂർ സ്വദേശിയായ ദിൽന തന്നെ ആക്രമിച്ചത് എന്നാണ് പ്രജിത പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ചാഴൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗമായ മറ്റൊരു സ്ത്രീയോടൊപ്പം പ്രജിത SN റോഡിന് സമീപത്തുള്ള വീടുകളിൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാനെത്തിയത്. ഡേവിസ് എന്നയാളുടെ വീട്ടിലെത്തിയപ്പോഴാണ് ദുരനുഭവം നേരിട്ടതെന്ന് പ്രജിത. ഞാൻ ആദ്യം തന്നെ പോയിട്ട് ബെല്ലടിച്ചപ്പോൾ അവര് വന്നിട്ട് വാതിൽ കുറച്ച് തുറന്നു.
കുറച്ച് തുറന്നിട്ട് നമ്മളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പ്ലാസ്റ്റിക് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വാതിൽ മുഴുവനായിട്ട് തുറക്കുക ചെയ്തത്. അപ്പോൾ അവരെ കൂടെ പട്ടി ഉണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു പട്ടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ മേത്ത് ചാടിയത്. അപ്പോൾ ഞാൻ പട്ടീനെ തട്ടി മാറ്റിയിട്ട് ഞാൻ ഓടിയിട്ട് ഞാൻ പോയിട്ട് കുറച്ച് ഓടി കഴിഞ്ഞ് റോട്ടിലെത്തി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ. അപ്പോൾ അപ്പോഴേക്കും പട്ടീൻ്റെ അടുത്തേക്ക് വീണ്ടും വന്നിട്ട് എൻ്റെ മേത്ത് കയറിയപ്പോൾ ഞാൻ മലന്നടിച്ച് വീഴാ ചെയ്തത്. അങ്ങനെ കാലുകൊണ്ടൊക്കെ തള്ളി മാറ്റി ഞാൻ എനിക്ക് കഴിഞ്ഞപ്പോൾ അയ്യോ പട്ടി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ കുട്ടീനോട് പറഞ്ഞു, ഇതില്ലാന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞു എൻ്റെ ഇതിനെ പട്ടീന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു പട്ടീന്നല്ലാണ്ട് എന്താ വിളിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി ഓടി വന്നിട്ട് എന്നെ അടിക്കാനായിട്ട് നോക്കിയപ്പോൾ ഞാൻ ഓടുക ചെയ്തത്. കാരണം പട്ടി കടിച്ചതിൻ്റെ ആ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് ആ കുട്ടീനെ അടിക്കാൻ വന്നത്. പട്ടിയെ പിടിച്ചുമാറ്റാൻ പറഞ്ഞപ്പോൾ തന്റെ നായയെ പട്ടിയെന്ന് വിളിച്ചെന്ന് പറഞ്ഞ് ഡേവിസിന്റെ മകൾ ദിൽന ആക്രമിക്കാൻ ശ്രമിച്ചതായും പരാതിയിൽ പറയുന്നു. മറ്റ് ഹരിതകർമ്മസേനാംഗങ്ങളും ജനപ്രതിനിധികളും ഇടപെട്ടാണ് പ്രജിതയെ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രജിതയുടെ പരാതി പ്രകാരം ഇരിങ്ങാലക്കുട വനിതാ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ട്. ഇരു കൂട്ടരെയും അന്തിക്കാട് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തു. 24 തൃശൂർ. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിന് പോലീസ് സംരക്ഷണം വേണമെന്ന വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ. സെനറ്റ് അംഗങ്ങൾക്ക് നേരെ പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചനയെ തുടർന്നാണ് ആവശ്യം. ഇന്ത്യയുടെ ഏറ്റവും പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് 3 DS ഈ മാസം 17 ശ്രീഹരിക്കോട്ടിൽ നിന്ന് വിക്ഷേപിക്കും. കാലാവസ്ഥാ നിരീക്ഷണം, ദുരന്ത മുന്നറിയിപ്പ് എന്നിവയാണ് ലക്ഷ്യം. മാലദ്വീപിലെ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിച്ച് പകരം സാങ്കേതിക വിദഗ്ധരെ നിയമിക്കുമെന്ന് ഇന്ത്യ. മാർച്ച് 30-നകം മാലദ്വീപിന്റെ വ്യോമയാന മേഖലകളിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. തുടർച്ചയായ 6ാം തവണയും അടിസ്ഥാന നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. രാജ്യം മികച്ച വളർച്ചാപാതയിലെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. അവശ്യ സേവനങ്ങൾക്കുള്ള UPI പണമിടപാടുകളുടെ തുക ഉയർത്തണമെന്ന നിർദ്ദേശവും ധനനയ പ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചു. ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ച LGBTQ യുവാവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവ്. മനുവിന്റെ മൃതദേഹം ബന്ധുക്കൾ കണ്ണൂരിലേക്ക് കൊണ്ടുപോയി. കുടുംബം അനുവദിച്ചാൽ അന്തിമോപചാരം അർപ്പിക്കാൻ പങ്കാളിക്ക് പോലീസ് സുരക്ഷ ഒരുക്കാൻ നിർദ്ദേശം. മാവോയിസ്റ്റ് അനുഭാവി CP റഷീദിന്റെ മലപ്പുറം പാണ്ടിക്കാട്ട് വീട്ടിൽ NIA പരിശോധന. ഹൈദരാബാദ് യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ 6 മണിക്കൂർ പരിശോധന നടത്തി. വായ്പാ തട്ടിപ്പ് കേസിൽ ഹീര കൺസ്ട്രക്ഷൻസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം. 32 കോടി രൂപയുടെ സ്വത്തുക്കൾ ED മരവിപ്പിച്ചിരുന്നു. ജോലി സമയത്തിൽ ഏകപക്ഷീയമായി മാറ്റം വരുത്തുന്നുവെന്നാരോപിച്ച് കോഴിക്കോട് ലോക്കോ പൈലറ്റുമാർ സമരത്തിൽ. അനിശ്ചിതകാല നിരാഹാര സമരം തുടരുമെന്നാണ് പ്രഖ്യാപനം. തുടർച്ചയായി നൈറ്റ് ഡ്യൂട്ടി ഉൾപ്പെടുത്തിയുള്ള പുതിയ സമയക്രമത്തിന് എതിരെയാണ് പ്രതിഷേധം. പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം അവകാശപ്പെട്ട് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക് ഇൻസാഫ് പാർട്ടി 225 സീറ്റുകളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 125 സീറ്റിലും മുന്നിലാണെന്ന് PTI അവകാശപ്പെടുന്നു. പാർട്ടി ചിഹ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയതിനാൽ സ്വതന്ത്രരായാണ് PTI അനുഭാവികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. വോട്ടെണ്ണൽ തുടരുമ്പോൾ നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് 44 പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി 28 മുന്നിൽ എന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. PTI പ്രവർത്തകർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ തമ്പടിച്ചിട്ടുണ്ട്. ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള സൈനിക നേതൃത്വത്തിന് അത് വൻ തിരിച്ചടിയാകും. അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. 2ാം സെമിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഓസീസിന്റെ ഫൈനൽ പ്രവേശം. പാകിസ്ഥാൻ ഉയർത്തിയ 180 റൺസ് വിജയലക്ഷ്യം 5 പന്തുകൾ മാത്രം ബാക്കി നിൽക്കെ 9 വിക്കറ്റ് നഷ്ടത്തിൽ ഓസീസ് മറികടക്കുകയായിരുന്നു. അർദ്ധ സെഞ്ചുറി നേടിയ ഹാരി ഡിക്സണും 49 റൺസ് എടുത്ത ഒളിവർ പീക്കുമാണ് ഓസീസിന് ജയമൊരുക്കിയത്. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാനെ ടോം സ്ട്രൈക്കറാണ് കുഞ്ഞൻ സ്കോറിൽ ഒതുക്കിയത്. ടോം 6 വിക്കറ്റ് വീഴ്ത്തി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 ബനോഡിയിലെ സഹാറ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ ഓസ്ട്രേലിയ കലാശപ്പോര്. ആഗോള പ്രശസ്തനായ അർജന്റീന ഫുട്ബോൾ ടീം ആരാധകൻ കാർലോസ് ടൂല അന്തരിച്ചു. 1974 മുതൽ 2021 ഖത്തർ ലോകകപ്പ് വരെ അർജന്റീനയെ പിന്തുണയ്ക്കാൻ ടൂലെ ഗ്യാലറിയിൽ ഉണ്ടായിരുന്നു. 24 മലയാളി ഫുട്ബോൾ പ്രേമികളും ഏറ്റവും അഭിമാനിച്ച നിമിഷം. ലോകമെങ്ങും അർജന്റീനയുടെ ഫുട്ബോൾ പെരുമ്പറ മുഴക്കിയ കാർലോസ് പാസ്കൽ ടൂലയ്ക്ക് കേരളത്തിൽ നിന്ന് പുതിയ ചക്രക്കസേര ലഭിച്ച നിമിഷം. ടയർ തകർന്ന വീൽചെയറുമായി ബുദ്ധിമുട്ടിയ ടൂലയ്ക്ക് ഖത്തറിലെ പ്രമുഖ ഡോക്ടർ മോഹൻ തോമസ് ആണ് 24 ഇടപെടലിനെ തുടർന്ന് പുതിയ വീൽചെയർ സമ്മാനിച്ചത്.
ലോകകപ്പ് വിജയത്തിന് ശേഷം ഏറ്റവും മികച്ച ആരാധക കൂട്ടത്തിലുള്ള ഫിഫ പുരസ്കാരം അർജന്റീന ആരാധകർക്കായി ഏറ്റുവാങ്ങിയതും കാർലോസ് ടൂലയായിരുന്നു. കാൽപന്തിനെ ഹൃദയത്തോട് ചേർത്ത ആൽബസലസ്റ്റുകളുടെ പ്രിയ ആരാധകൻ എന്ന് വിളിക്കാം കാർലോസ് പാസ്കൽ ടൂലെ. ഒരു ലോകസഞ്ചാരിയെപ്പോലെ അർജന്റീന ടീമിന് ഊർജവും ആവേശവും സമ്മാനിച്ച ടൂല ഇനിയില്ല എന്ന വിവരം ഉൾക്കൊള്ളാൻ പലർക്കുമാകുന്നില്ല. 83-ാം വയസ്സിൽ അർബുദമാണ് ടൂലയുടെ ജീവനെടുത്തത്. 1940 സെപ്റ്റംബർ 11 റൊസാരിയോയിൽ ജനിച്ച ടൂല 1974 മുതലാണ് അർജന്റീനയ്ക്ക് അകമ്പടിയായി പെരുമ്പറ മുഴക്കി സ്റ്റേഡിയങ്ങളിൽ എത്തിത്തുടങ്ങിയത്. 1974 ജർമ്മനിയിൽ നടന്ന ലോകകപ്പ് കാണാനെത്തിയപ്പോൾ സ്വന്തം ബാൻഡ്രമുമായാണ് ടൂല എത്തിയത്. 1971 സ്പെയിനിലെ പ്രവാസ സമയത്ത് മുൻ അർജന്റീന പ്രസിഡന്റ് യുവാൻ ഡൊമിംഗോ പെറോൺ സമ്മാനം നൽകിയതാണ് ഈ ഡ്രം. അന്നു മുതൽ ടൂല ആ ഡ്രം താഴെ വെച്ചില്ല. മറഡോണയും ബാറ്റിസ്റ്റൂട്ടയും മുതൽ ഇങ്ങ് ലയണൽ മെസ്സി വരെ ഇതിഹാസ താരങ്ങളാണ് ടൂലയുടെ താളത്തിനൊപ്പം ഗോളടിച്ച് കയറിപ്പോയത്. അർജന്റീനിയൻ ജനതയുടെ വിജയക്കുത്തിപ്പിന്റെ താളമായിരുന്നു ആ പെരുമ്പറയ്ക്ക്. അതിനിയും മുഴങ്ങും ഫുട്ബോൾ ആരാധകരുടെ ഓർമ്മകളുടെ ഗാലറികളിൽ. രഞ്ജു മത്തായി, സ്പോർട്സ് ടീം, 24. ഇവിടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. നമസ്കാരം.